അപ്പോൾ തുടക്കം നന്നാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആദ്യത്തെ 5 ചോദ്യങ്ങൾ അറിയില്ലെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ മാനസികാവസ്ഥ? ആ രീതിയിൽ നിങ്ങൾ തന്നെ സജ്ജരാക്കുക. ഇത് എപ്പോഴും കുട്ടികൾക്ക് പറ്റുന്ന കാര്യമാണ്. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് റിവൈസ് ചെയ്ത് ഷോർട്ട് നോട്ടൊക്കെ വെച്ച് പ്രോപ്പറായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ എക്സാമിനേഷൻ ഹാളിൽ എത്തി ഇതെല്ലാം ചെയ്തു, ചെയ്യാവുന്നതിന്റെ മാക്സിമം എല്ലാം ചെയ്തു. പക്ഷെ നിങ്ങൾ ഒരിക്കലും നിങ്ങളെ തന്നെ വിഭാവനം ചെയ്യാത്തൊരു സിറ്റുവേഷനാണ്. എക്സാമിനേഷൻ തുടങ്ങുന്ന സമയത്ത് ആദ്യം കാണുന്ന 5 or 10 ചോദ്യം നിങ്ങൾക്ക് കിട്ടാതെ വന്നു. എന്ത് ചെയ്യും? സമയം പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ആദ്യത്തെ 10 ചോദ്യം നോക്കിയിട്ട് കിട്ടുന്നില്ല. 10 ചോദ്യത്തിലേക്ക് ഒരു 2 കിട്ടുന്നുള്ളൂ, ബാക്കി ഒന്നും കിട്ടുന്നില്ല. പഠിച്ചതാണ്, നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തതാണ്, ചെയ്യാവുന്ന മാക്സിമം എഫോർട്ട് എല്ലാം ചെയ്തതാണ്. പക്ഷേ സംഭവിക്കും, പലപ്പോഴും ആളുകൾക്ക് സംഭവിക്കുന്നതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ആദ്യത്തെ 10 ചോദ്യം കിട്ടിയില്ലെങ്കിൽ പിന്നെ 90 ചോദ്യം അപ്പുറത്ത് കിടപ്പുണ്ട്. ചിലപ്പോൾ ആ 90 നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പക്ഷേ ഈ ആദ്യത്തെ 10 ചോദ്യം കിട്ടിയില്ലെങ്കിൽ എന്ത്? ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ തന്നെ ഇതിനോടകം പലപ്പോഴായിട്ട് ട്രെയിൻ ചെയ്തിരിക്കണം. അല്ലാതെ ആദ്യമായിട്ടായിരിക്കരുത് നിങ്ങളുടെ തലച്ചോറ് അങ്ങനെ ഒരു സിറ്റുവേഷനെ അഭിമുഖീകരിക്കുന്ന സിറ്റുവേഷനിലേക്ക് വരുന്നത്. അങ്ങനെ വന്നാൽ എന്ത് ചെയ്യും? നിങ്ങൾ പാനിക് ആവും, ബ്ലാക്ക് ഔട്ട് ആവും. നിങ്ങൾക്ക് എക്സാമിനേഷൻ ഹാളിൽ ശ്രദ്ധയോടെ കൂടി ഇരിക്കാനായിട്ട് പറ്റില്ല. ഓൾറെഡി നിങ്ങൾ അങ്ങനെ ഒരു മൊമെന്റ് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഇമാജിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ എക്സാമിനേഷൻ ഹാളിലേക്ക് കയറി എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ആദ്യം കാണുന്ന 5 ചോദ്യം കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ പവറില്ല, ഞാൻ 6ാമത്തെ ചോദ്യം ചെയ്തു കൊടുക്കും, അല്ലെങ്കിൽ 11ാമത്തെ ചോദ്യം ഞാൻ ചെയ്തു കൊടുക്കും. ഇത് മനസ്സിലെ പറഞ്ഞ് പഠിപ്പിച്ച് കഴിഞ്ഞാൽ എക്സാമിനേഷൻ ഹാളിലേക്ക് ചെല്ലുന്ന സമയത്തും ആദ്യത്തെ ഈ 10 ചോദ്യങ്ങൾ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ പാനിക് ആവാതെ ബാക്കി ചോദ്യങ്ങളെല്ലാം ചെയ്ത് അവസാന സമയത്ത് വീണ്ടും ഈ 10 ചോദ്യങ്ങൾ റീവിസിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് 10 ചോദ്യം കിട്ടിയെന്ന് വരാം. മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ തലച്ചോറിലെ ഒരു കളികളാണ്. നിങ്ങൾ എത്ര തന്നെ പ്രിപ്പയർ ആണെന്ന് പറഞ്ഞാലും നമുക്കറിയില്ല എക്സാമിനേഷൻ ഹാളിൽ നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റൻസ് എങ്ങനെയുള്ളതാണെന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഏറ്റവും വേഴ്സ്റ്റ് എന്ത് സംഭവിക്കാം എന്നുള്ളതെല്ലാം തലച്ചോറിനെ പറഞ്ഞ് പഠിപ്പിച്ചതിന് ശേഷം എക്സാമിനേഷൻ ഹാളിലേക്ക് കയറി ചെല്ലാനായിട്ട് ശ്രദ്ധിക്കുക.